നിങ്ങൾ ആ കെണിയിൽ തന്നെ ഇട്ട് പൂട്ടാൻ വേണ്ടി അവർ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം സ്നേഹം തന്നുകൊണ്ടേയിരിക്കും. ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണത്. നമ്മൾ എടുക്കുന്ന ലോട്ടറി ഭൂരിഭാഗം സമയത്ത് അടിക്കാറില്ല അല്ലേ? പക്ഷേ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അനുഭവം ഉണ്ടാവും. കറക്റ്റ് ഓരോ 3 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴും നിങ്ങൾക്കൊരു 50 റുപ്യ അല്ലെങ്കിൽ 100 റുപ്യ അടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെയും ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ തലച്ചോറ് ഒരു കാര്യം പഠിച്ചെടുക്കും: ലോട്ടറി എടുക്കുന്നത് നിർത്തരുത്, അടുത്ത സമ്മാനം ഇപ്പോൾ വരും. ഇതേ പരിപാടി തന്നെയാണ് ഈ നാർസിസ്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രയോഗിക്കുന്നത്. ഒരു ദിവസം ഫുള്ള് സ്നേഹമായിരിക്കും, അടുത്ത ദിവസം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ നടക്കും. പിന്നെ വന്ന് കൈയും കാലും പിടിച്ച് സോറി പറയും. അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ക്രൂരത കാണിക്കും. അവസാനം ഇവന്മാരുടെ അല്ലെങ്കിൽ ഇവളുമാരുടെ ഈ ഒരു പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവത്തിന് നിങ്ങളുടെ ശരീരം അടിമയായിട്ട് മാറും. അടുത്ത സ്നേഹപ്രകടനം എപ്പോഴാണ് വരിക എന്ന് കാത്ത് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റെഡി ആയിട്ടിരിക്കും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ കളി നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത ഒന്നാണ്, റിഗ്ഡാണ്. പ്ലാൻ ചെയ്ത് കളിക്കുന്ന അല്ലെങ്കിൽ ഈ കളിയുടെ റിസൾട്ട് എങ്ങനെയാവണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച ഒരു കളിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. കൂടെയുള്ളവൾ നിങ്ങളിട്ട് കളിപ്പിക്കുന്ന ഈ ഒരു വലിയ ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നും അവരുടെ ഈ കെണിയിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റെപ്പുകളാണ് ഇത് പറയാൻ പോകുന്നത്. ഇതിൽ മൂന്നാമത്തെയും അവസാനത്തെ സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പോൾ തുടങ്ങല്ലേ? ഇനി നമുക്കിതിൻ്റെ പിന്നിലെ കളി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറിന് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു സമ്മാനമോ അല്ലെങ്കിൽ സന്തോഷമോ കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന രീതി. പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു സർപ്രൈസ് സമ്മാനം കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഡോപ്പമിൻ എന്ന ഹോർമോണിൻ്റെ ലെവൽ വല്ലാതെ അങ്ങ് കൂടും. അതോടെ ആ ഒരു സന്തോഷം വീണ്ടും നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിന് ഒരു വല്ലാത്തൊരു ആവേശം തോന്നും. ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് വലിയൊരു പഠനം നടത്തിയിട്ടുണ്ട്. എപ്പോഴും കൃത്യമായി കിട്ടുന്ന സമ്മാനങ്ങളെക്കാൾ എപ്പോഴാണ് കിട്ടുക എന്ന് പ്രവചിക്കാൻ പറ്റാത്ത സമ്മാനങ്ങളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അതിന് അടിമയാക്കുന്നത് അല്ലെങ്കിൽ അഡിക്റ്റീവ് ആക്കുന്നത് എന്നവർ കണ്ടെത്തി. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നമ്മുടെ തലച്ചോറ് ഒരു കാര്യം പഠിച്ചെടുക്കും: ആ സമ്മാനം എപ്പോഴാണ് കിട്ടുക എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ലോട്ടറി ടിക്കറ്റുകളോട് ആളുകൾക്ക് ഇത്രയും ഭ്രാന്ത് വരുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മാളുകളിലും ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന ഈ കോയിൻസ് ഇട്ടിട്ട് കളിപ്പാട്ടം പൊക്കുന്ന ആ ക്ലോ മെഷീനില്ലേ, അത് വർക്ക് ചെയ്യണം ഇതേ ട്രിക്കിലാണ്. എപ്പോഴും കളിപ്പാട്ടം പൊക്കാൻ പറ്റില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഒരെണ്ണം കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും പൈസ ഇടാൻ തോന്നും. കൃത്യമായി ഇതേ പരിപാടി വെച്ചാണ് ഈ നാർസിസ്റ്റുകൾ നിങ്ങളെ കെണിയിൽ വീഴ്ത്തുന്നത്. അവർ തിങ്കളാഴ്ച അങ്ങോട്ട് ഭയങ്കര സ്നേഹം കാണിക്കും, ചൊവ്വാഴ്ച ആകുമ്പോൾ ഒരു മൈൻഡും ഇല്ലാതെ കംപ്ലീറ്റ് സൈലൻ്റ് ആവും, ബുധനാഴ്ച ആകുമ്പോൾ ക്രൂരമായിട്ട് പെരുമാറും, എന്നിട്ട് പെട്ടെന്ന് വ്യാഴാഴ്ച വരുമ്പോൾ അവർ ലോകത്തിൽ ഏറ്റവും തങ്കപ്പെട്ട മനുഷ്യരായി മാറും. നമ്മുടെ തലച്ചോറിന് ഇത് ഒട്ടും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തവണ അവരെപ്പോഴാണ് സ്നേഹം കാണിക്കുക എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൊതിക്കും. അവസാനം നിങ്ങൾ അവരുടെ പുറകെ ഓടാൻ തുടങ്ങും. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കും. അവരുടെ സ്നേഹം തിരിച്ചിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സൂപ്പിച്ച് നിർത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും. എപ്പോഴാണ് സ്നേഹം കിട്ടുക എന്ന് അറിയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാരകമായ ലഹരി. തുടക്കത്തിൽ അവർ നിങ്ങളുടെ മുന്നിലൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണോ അതിന് കൃത്യമായി കോപ്പി അടിച്ച് നിങ്ങളുടെ തന്നെ ഒരു സൂപ്പർ പതിപ്പ് അവർ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചു. അത് കണ്ടപ്പോൾ എന്നെ മനസ്സിലാക്കിയ ലോകത്തൊരാളുണ്ടായല്ലോ, എന്നെ ശരിക്കും തിരിച്ചറിയുന്നത് ഈവൻ അല്ലെങ്കിൽ ഇവൾ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് തോന്നി. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായിരുന്നു നിങ്ങളുടെ തലച്ചോറിന് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറി. പക്ഷെ ഉണ്ടല്ലോ, സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും അവരെ ആയിരുന്നില്ല പ്രണയിച്ചിരുന്നത്. പകരം അവർ നിങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടിയ ആ ഒരു പെർഫെക്റ്റ് കണ്ണാടിയായിരുന്നു നിങ്ങൾ സ്നേഹിച്ചത്. അവരുടെ കണ്ണുകളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പ്രണയിച്ചത്. അങ്ങനെ ഇരിക്കെ ആ കണ്ണാടി പൊട്ടുമ്പോൾ അതായത് അവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുമ്പോൾ നമ്മുടെ മൈൻഡിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ആ പഴയ സുന്ദരമായ മുഖം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു കിഡിലൻ ഫീലിംഗ് ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ളതിനർത്ഥം. അതോടെ ആ പഴയ വൈബ് എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ പുറകെ ഓടാൻ തുടങ്ങും. തുടക്കത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആ പഴയ നല്ല കുട്ടിയാകാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, തുടക്കത്തിൽ നിങ്ങൾ കണ്ട വ്യക്തി ഒറിജിനൽ ആയിരുന്നില്ല, അത് വെറും അഭിനയം മാത്രമായിരുന്നു. നിങ്ങൾ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞ് ശ്രമിച്ചാലും ആ പഴയ ഫീലിംഗ് നിങ്ങൾക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കാരണം ഒരിക്കലും പിടിക്കാൻ കിട്ടാത്ത ഒരു പ്രേതത്തിൻ്റെ പുറകെ നിങ്ങൾ എപ്പോഴും ഓടിക്കാൻ വേണ്ടി മാത്രമാണ് അവർ കളി തന്നെ പ്ലാൻ ചെയ്തത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ കളി വിജയിക്കുന്നത് നിങ്ങളിത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കുറച്ചുകൂടി കഷ്ടപ്പെട്ടാൽ, ഇതിൽ നന്നായി പെരുമാറിയാൽ, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞാൽ ആ പഴയ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഫ്രണ്ട്സ്, ഈ കളി റിഗ്ഡാണ്. ഇതിൻ്റെ റിസൾട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചതിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കളിയിൽ ജയിക്കാൻ ഒരു ട്രിക്കും ഇല്ല. നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയാലും, നിങ്ങൾ സ്വയം എത്രമാത്രം മാറാൻ ശ്രമിച്ചാലും അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു കളി ജയിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണെന്നറിയോ? ആ കളി നിർത്തുക, അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. ആ ഒരു സത്യം നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു, അന്ന് നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ട് മാറി മറിയും. നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴല്ല ഈ കെണിയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നത്. പകരം നിങ്ങളെക്കുറിച്ച് തന്നെ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നത്.
അപ്പോൾ നിങ്ങളൊരു വലിയ സത്യം തിരിച്ചറിയും, എൻ്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, ഞാൻ സ്നേഹം അറിയിക്കാത്ത ഒരു മോശം മനുഷ്യനുമല്ല, ഒരിക്കലും ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു കളിയിലാണ് ഞാൻ ഇത്രയും നാൾ വെറുതെ തല വെച്ച് കൊടുത്തതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ആ കെണിയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് നോക്കാം. വളരെ ലളിതമായ എന്നാൽ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 4 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ഇതൊരു ചതിക്കുഴിയാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ കൂടെയുള്ള ആ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവരെപ്പോഴാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, എപ്പോഴാണ് ആ സ്നേഹം വലിച്ച് ദൂരേക്ക് എറിയുന്നത്? ഇതിലൊന്നും ഒരു ന്യായമില്ല അല്ലേ? എല്ലാം തികച്ചും അപ്രതീക്ഷിതമാണ്. നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലോ ആ കളിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു കളി ജയിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ഒരു തല പോയിക്കാൻ നിൽക്കണ്ട. രണ്ടാമതായിട്ട്, നിങ്ങളുടെ വൈകാര്യമായ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പം അനാവശ്യമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകരുത്. വെറുതെ തെറ്റുകാരെ പോലെ ക്ഷമ ചോദിക്കരുത്, സോറി പറയരുത്. അവരുടെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി ഇനി നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കരുത്. ഒരു കരിങ്കല്ല് പോലെ ആവുക, ഒരു ഭാവമില്ലാതെ ഒന്നും റിയാക്ട് ചെയ്യാത്ത ഒരു കരിങ്കല്ല്. കാരണം നിങ്ങളുടെ പ്രതീക്ഷയും സങ്കടവും ഒക്കെയാണ് അവന്മാർക്ക് അല്ലെങ്കിൽ അവളുമാർക്ക് വളമാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നിർത്തുമ്പോൾ ആ കളിക്കുള്ള പവർ താനേ ഇല്ലാതാകും. മൂന്നാമതായിട്ട്, സത്യങ്ങളെ മുറുകെ പിടിക്കുക. ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായൊരു ഡയറിയിലോ മറ്റോ എഴുതി വയ്ക്കുക. എന്തിനാണെന്നറിയോ? ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിൽ മിടുക്കന്മാരാണ്. നമ്മൾ കണ്ടതും കേട്ടതുമായ ഓർമ്മകളെ പോലും നമ്മൾ സംശയിക്കുന്ന രീതിയിലേക്ക് അവർ നമ്മളെ എത്തിക്കും. പക്ഷേ എഴുതി വെച്ച സത്യങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. നിങ്ങളുടെ കണ്ണുകൾ കണ്ടാണ് സത്യം, അതിനെ മാത്രം വിശ്വസിക്കുക. അവസാനമായിട്ട്, മാറ്റാൻ പറ്റാത്ത ചില അതിര് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതിൻ്റെ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ആദ്യമേ അങ്ങ് ഉറപ്പിച്ച് വെക്കുക. ഉദാഹരണത്തിന്, രാത്രി 9 മണിക്ക് ശേഷം ഞാൻ അനാവശ്യമായ ഒരു കോളിന് മറുപടി കൊടുക്കില്ല, അല്ലെങ്കിൽ കാരണമില്ലാത്ത ഒരു വഴക്കിലും ഞാൻ പങ്കാളിയാകില്ല. നിങ്ങൾ ഉറപ്പിച്ച് വെച്ച ആ അതിര് വരുമ്പോൾ നിങ്ങൾ തന്നെ പാലിക്കുന്ന ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ്, എനിക്കെൻ്റെ സമാധാനമാണ് ഈ ലോകത്ത് ഏറ്റവും പ്രാധാന്യം. ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും മനസ്സിൻ്റെ കരുത്തും നിങ്ങളിലേക്ക് തന്നെ താനേ തിരികെ വരും, ഉറപ്പാണ്. ഒരു ലോട്ടറിയിലോ അതുപോലുള്ള എന്തിലെങ്കിലുമോ ഭാഗ്യം പരീക്ഷിക്കുന്ന ഒരാളിൽ നിന്നും സ്വതന്ത്രനായ ഒരു മനുഷ്യനിലേക്കുള്ള ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അവരുമായി ചിലവഴിച്ച സമയം നിങ്ങൾ വെറുതെ കളഞ്ഞെന്ന് കരുതി ഒരിക്കലും സങ്കടപ്പെടരുത്. പകരം മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ കഴിവ് നിങ്ങൾ അവിടെ നിന്ന് നേടിയെടുത്തു. മറ്റുള്ളവരുടെ മനസ്സ് വെച്ച് കളിക്കുന്ന ഇത്തരം വൈകാരിക ചൂഷണങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത്. ഈ കളി നിങ്ങൾ എന്താണ് നിർത്തുന്നത്, അന്ന് നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ട് മാറി മറിയും. നിങ്ങളെ വീണ്ടും ആ ചതിക്കുള്ളിലേക്ക് വലിച്ചിടാൻ അവർ പരമാവധി നോക്കും. കളി നിർത്താതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം സ്നേഹം തന്ന് അവർ നിങ്ങളത് വീണ്ടും വീണ്ടും കൊതിപ്പിക്കും. പക്ഷേ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ആ കണിയിൽ വീഴില്ല. കാരണം ഈ ലോട്ടറി വെറും ഒരു ചതിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി ഒരിക്കലും ചതിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ആഴ്ച ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്തു തുടങ്ങുക, ഒരൊറ്റ സ്റ്റെപ്പ്. അവരുടെ ആ പെരുമാറ്റ രീതി ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ കാരണമില്ലാതെ സോറി പറയുന്നത് നിർത്തുക. ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഡയറിയിൽ കുറിച്ചിടുക. അതും അല്ലെങ്കിൽ കർശനമായ ഒരു അതിർ വരുമ്പോൾ അല്ലെങ്കിൽ ബൗണ്ടറി സ്വന്തം ലൈഫിൽ സെറ്റ് ചെയ്യുക. അവിടെ നിന്ന് തുടങ്ങാം. ഇതിലേത് സ്റ്റെപ്പാണ് നിങ്ങൾ ആദ്യമായി എടുക്കാൻ പോകുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ കളിയിൽ നിന്ന് നിങ്ങൾ എപ്പോൾ പിന്മാറുന്നോ അടുത്ത സെക്കൻഡിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ കരുതുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക.